സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അഗാപ്പെ എന്ന സ്നേഹത്തെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേർക്ക് സ്നേഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തിയതാണിപ്പോൾ. ഈ അഗാപ്പെ എന്ന സ്നേഹം എത്ര ആളുകൾക്കുണ്ട്? നാം അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. വിശുദ്ധ പൗലോസ് എഴുതിയതായ വചനം ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. സ്നേഹം ദീർഘകാലം സഹിക്കുന്നു. എത്ര കാലമാണ്? നിന്റെ മകൻ നിന്നെ അനുസരിക്കാതിരിക്കുമ്പോൾ എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും? നിന്റെ മകളോട് എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും? നിന്റെ ഭർത്താവ് നിന്നെ ദുഷിക്കുമ്പോൾ, നിന്റെ ഭാര്യ നിന്നെ നിന്ദിക്കുമ്പോൾ എത്ര കാലം നിനക്ക് സഹിക്കുവാൻ കഴിയും? എത്ര കാലത്തോളം? യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്. ബൈബിൾ എടുത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നെപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? നോക്കുക, എത്ര കാലം നിങ്ങൾ സഹിക്കും? എത്ര കാലത്തോളം? ദീർഘകാലം. എത്രമാത്രം ദീർഘിക്കാമോ ദീർഘിക്കുക. ദൈവത്തെക്കുറിച്ച് പറയുന്നു, അവൻ ശ്വാസം കിട്ടുന്നില്ല. ദീർഘക്ഷമയുള്ളവനാണ്. എന്താണ്? നിന്നെക്കുറിച്ച് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിനക്ക് 30 വർഷമായി ഇപ്പോഴും ദൈവം ക്ഷമയോടിരിക്കുകയാണ്. അവൻ നിന്നോട് ഇപ്പോഴും ക്ഷമിക്കുകയാണ്. ഇപ്പോൾ നിന്റെ പ്രായം 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് ദൈവം കാത്തിരിക്കുകയാണ്. നിന്റെ പ്രായം 86 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും നിനക്ക് മാറ്റമില്ല. ദൈവം വീണ്ടും പോട്ടെ, സാരമില്ല, അവൻ മാറും, അവൻ അനുദപിച്ചാൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് പറഞ്ഞ് കർത്താവ് ദീർഘക്ഷമയോടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അത് ദീർഘമായി ക്ഷമിക്കുന്നതാണ്, ദീർഘകാലം സഹിക്കുന്നതാണ്. ദൈവം നിന്നോട് എത്രത്തോളം ക്ഷമിക്കുന്നു എന്നുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ട്, എത്രത്തോളം സഹിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? എന്നിട്ട് പറയും, യേശുവിന്റെ സ്നേഹം എന്നിലുണ്ടെന്ന്. എന്തുണ്ട് നിനക്ക്? ദൈവസ്നേഹം നിന്നിലുണ്ടോ? ഒരു വാക്ക് നിന്നോട് ചോദിക്കുകയാണ് എങ്കിൽ നിനക്ക് ദേഷ്യം വരുന്നു. എടാ, നീ എന്റെ മകനായിട്ട് ജനിച്ചിട്ട് എന്നോട് തിരിയുന്നു. അപ്പോൾ വരെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടാണ് പോയത്. എന്താണ്? മകനൊന്ന് മറുതലിക്കുകയാണെങ്കിൽ അവന്റെ സ്നേഹം തീർന്നു. പറയൂ, എത്ര ആളുകളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ഈ ദീർഘക്ഷമ ഉണ്ട്? എത്രയോ തവണ നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയോ തവണ വീണ്ടും നീ ആ തീരുമാനമെടുത്തിട്ടും ദേഷ്യപ്പെടുകയല്ലേ നീ ചെയ്യാറുള്ളത്? ദൈവത്തെ നീ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? എങ്കിലും ദൈവം നിന്നോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. സത്യമല്ലേ? സത്യമാണ്. ആ സ്നേഹമുള്ള യേശുവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് നാം. എങ്കിലും യേശു നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ നമ്മെ ശിക്ഷിക്കുന്നില്ല, സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. ഞാനും നിങ്ങളും ആ സ്നേഹം അറിഞ്ഞിട്ട് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പണ്ട് യേശുവിൽ വിശ്വസിച്ച ആളുകളെ ക്രൂശിൽ കെട്ടിയിട്ട് കത്തിച്ചു കളയുമായിരുന്നു. കത്തുന്നതായ സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ അഴിച്ചുവിടാമെന്ന് പറയുമ്പോൾ എന്റെ യേശുവിന് വേണ്ടി ഞാൻ മരിക്കുവാനും തയ്യാറാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ എത്രത്തോളം കഷ്ടത അനുഭവിച്ചാലും യേശുവിനെ കൈവിടാതെ യേശുവിനോടുള്ള സ്നേഹം കാണിക്കുവാൻ വേണ്ടി അവർ പ്രയത്നിക്കുമായിരുന്നു. എന്നാൽ ഈ കാലത്തെ സ്നേഹം എന്താണ്? ഈ കാലത്ത് ക്രിസ്ത്യാനികളായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണ്? എവിടെയാണ് നമുക്ക് ക്ഷമയുള്ളത്? ആ വീട്ടിൽ പോലും ഇല്ലല്ലോ. നിന്റെ കുടുംബക്കാരെ പോലും നീ സ്നേഹിക്കുന്നില്ല. ചെറിയൊരു പ്രശ്നത്തിന് പോലും നീ കോടതിയിലേക്ക് കയറിയിറങ്ങുകയാണ്. വീട്ടുകാർക്കെതിരെ തിരിയുന്നു, നാട്ടുകാർക്കെതിരെ തിരിയുന്നു. നിന്റെ പ്രശ്നം വലുതാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ് നീ ചെയ്യുന്നത്. സ്നേഹം, ക്രിസ്തു നിന്നോട് സ്നേഹം കാണിക്കുന്നു. നീ മറ്റുള്ളവരോട് ആ സ്നേഹം കാണിക്കണമെന്നും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കൂ എന്ന് കർത്താവ് പറയുകയാണ്. ഈ അന്ത്യകാലത്ത് ലോകത്തെ മാറ്റിമറിക്കുവാൻ സ്നേഹമെന്ന ശക്തി നമുക്ക് ആവശ്യമാണ്. വാളുകൊണ്ടും ആയുധം കൊണ്ടുമല്ല ചെയ്യേണ്ടത്, പണം കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടുമല്ല, സംസാരം കൊണ്ടല്ല ചെയ്യേണ്ടത്. ഒരു വ്യക്തിയുടെ മനസ്സ് മാറണമെങ്കിൽ സ്നേഹം ഉപയോഗിച്ചു നോക്കൂ. സ്നേഹത്തോടെ ശാസിക്കുക, സ്നേഹത്തോടെ ഉപദേശിക്കുക.
സ്നേഹത്തോടെ സഹിക്കുക, സ്നേഹത്തോടെ ക്ഷമിക്കുക. നിന്റെ വീട്ടുകാരെയും നിന്റെ മകനെയും നിന്റെ മകളെയും അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെയും ഭാര്യയെയും നിനക്ക് നേടിയെടുക്കുവാൻ കഴിയും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അടുത്തതെന്താണ്? സ്നേഹം ദയ കാണിക്കുന്നു. ദയ. യേശുവിൻ്റെ സ്നേഹത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് കരുണ കാട്ടുക. കരുണയോടെ മനസ്സലിഞ്ഞ് അവർ ഇടയന്മാരില്ലാത്ത ആടുകളാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അപേക്ഷിച്ചു, അവർക്ക് സൗഖ്യം കൊടുത്തു. ദയ, സ്നേഹം, ദയ തുടങ്ങിയ സ്വഭാവങ്ങൾ ഇന്നുള്ള ക്രിസ്ത്യാനികളിൽ കുറഞ്ഞു പോകുന്നു. ദയ കാണിച്ചു, കരുണ കാണിച്ചു. യോഗ്യതയില്ലാതെ ക്ഷമിക്കുന്നതാണ്, യോഗ്യതയില്ലാതെ സ്നേഹിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. നോക്കുക, നിങ്ങളിൽ എത്ര പേർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്? നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ എത്രത്തോളം അസ്വസ്ഥത നമുക്കുണ്ടാകാറുണ്ട്. ഒരു സഹോദരി ഇപ്രകാരം പറഞ്ഞു, ആ സമയത്ത് തേൾ ഇറുക്കുന്നത് പോലെയാണ് എന്ന്. എന്താണെന്നാണ് പറഞ്ഞത്? അവരെ കാണുന്ന സമയത്ത് തേളും അട്ടയുമൊക്കെ എൻ്റെ ശരീരത്തെ കയറി ഇറങ്ങുന്ന പോലെ അസ്വസ്ഥതയാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുക, നിന്നോട് ദോഷമായി സംസാരിക്കുന്നവരെ നീ സ്നേഹിക്കുക, നിന്നെ അപമാനിക്കുന്നവരെ നീ സ്നേഹിക്കുക. അത് അത്ര എളുപ്പമുള്ളതല്ല. അത്ര എളുപ്പമുള്ളതല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ളതല്ല. കർത്താവിനെ അനുഗമിക്കുന്നവൻ അവന്റെ സ്നേഹത്തിന്റെ മാർഗത്തിൽ നടക്കണം. സ്നേഹം ദയ കാണിക്കുന്നു. സ്നേഹം മത്സരിക്കുന്നില്ല. സ്നേഹത്തിൽ അസൂയയില്ല, അസൂയയിൽ സ്നേഹമില്ല. സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ കയീൻ ഹാബേലിനെ കൊല്ലുകയില്ലായിരുന്നു. ഓർക്കണം. എന്താണ്? ആ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ശൗല് ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. കാരണം ദാവീദിനോട് അസൂയ കാണിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പോയിട്ട് ദുരാത്മാവ് അവന്റെ മേൽ അപ്പോൾ വന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയയുണ്ടോ? അസൂയയിൽ സ്നേഹമില്ല. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. സ്നേഹിക്കുക, അസൂയപ്പെടരുത്. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരിൽ സന്തോഷിക്കാൻ നോക്കുക. മറ്റുള്ളവരെ കണ്ടിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. ഇന്ന് ലോകത്തിൽ ഇത് വലിയൊരു വ്യാധിയാണ്. ആർക്കെന്തെങ്കിലും എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്നല്ലാതെ അത് നിങ്ങൾക്ക് ആവശ്യമാണോ എന്ന് ചിന്തിക്കാത്തത് എന്താണ്? ഇല്ലായ്മ അനുഭവിക്കുന്നവരുണ്ട്. ഉള്ള ആളുകളെ നോക്കിക്കൊണ്ട് നീ അസൂയപ്പെടരുത്. ഇല്ലാത്ത ആളുകളോട് ദയ കാണിക്കുക, അതാണ് സ്നേഹം. നിനക്കുള്ളതിൽ നീ സംതൃപ്തിയോടെ ആയിരിക്കുക. ഇല്ലാത്ത ആളുകളോട് ദയ കാണിക്കുക, അതാണ് സ്നേഹം. സ്നേഹം കാണിക്കുക. നിന്നേക്കാൾ നന്മ പ്രാപിച്ചവരുണ്ടെങ്കിൽ അവരെ കണ്ട് സന്തോഷിക്കുക. സ്നേഹം അസൂയപ്പെടുന്നില്ല. അടുത്ത വാക്യം, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ലോകത്തിൽ ഏതെങ്കിലും മാതാവ് തൻ്റെ മകനോട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ആരാണെന്നറിയാമോ? നിന്നെ എങ്ങനെ വളർത്തിയെന്നറിയാമോ? എത്രത്തോളം ചോറ് വാരിത്തെന്നറിയാമോ? എത്രത്തോളം ആശുപത്രി കൊണ്ടുപോയെന്നറിയാമോ എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുമോ? അമ്മയുടെ അടുക്കൽ ചെന്ന് കൊച്ചുകുട്ടികൾ ശാഠ്യം പിടിക്കാറുണ്ട്. അമ്മേ, കടയിൽ പോയാൽ എനിക്ക് എന്ത് നൽകും? ശരി മോനെ, നീ പോയിട്ടൊരു ചോക്ലേറ്റ് വാങ്ങിക്കോ. അവനത് കൈക്കൂലിയാണ്. എന്താണ്? നിന്നെ വളർത്തിയ അമ്മയ്ക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ, നിന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ അമ്മയ്ക്ക് വസ്ത്രം കഴുകുന്നു, നിനക്ക് ആഹാരം നൽകുന്നു. ആ അമ്മയ്ക്ക് പകരമായി നീ എന്ത് കൊടുക്കും? കുക്കിംഗ് ചെയ്തതിന്, വാഷിംഗ് ചെയ്തതിന്. ഇന്ന് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയായിരിക്കുന്നു. ഇന്നുള്ള കുട്ടികൾ വളരെ ഭോഷന്മാരായിരിക്കുകയാണ്. ഞാൻ നിന്റെ അമ്മയാടാ മോനെ, ഞാൻ നിന്റെ അമ്മയാടാ, ഞാൻ നിന്റെ അമ്മയാടാ, ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയതാണ് മോനെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഈ കാലത്ത് അമ്മയുടെ സ്നേഹം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. കാണപ്പെടുന്ന മാതാവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തവർക്ക് എങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയും? പ്ലീസ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറയപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ പിറുപിറുപ്പ് കാണില്ല, ഒരു കംപ്ലൈന്റും കാണില്ല. നോ ഇൻഫീരിയോറിറ്റി, നോ അസൂയ. മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ട്, എനിക്കൊന്നുമില്ല എന്നുള്ളതായ ഭാവമൊന്നും അവൻ മുഖത്ത് ഒരിക്കലും കാണിക്കുകയില്ല. നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. എനിക്കില്ലയോ? ഹല്ലേലൂയ. നീ ഉയർച്ച പ്രാപിച്ചെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ പാവപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയുന്നവർക്കായിരിക്കും ക്രിസ്തുവിന്റെ സ്നേഹമുള്ളത്.
സ്നേഹത്തിൽ അസൂയയില്ല, സ്നേഹത്തിൽ പിണക്കമില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, പുകഴ്ത്തലുകളിൽ വീഴുന്നില്ല. ഈ കാലത്ത് ഉള്ളവർക്ക് പുകഴ്ത്തലുകളാണ് വേണ്ടത്. സഹോദരി, ഞാൻ നിന്നെ പുകഴ്ത്തിയാൽ നീ എനിക്ക് എന്തു തരും? എന്നെയും പുകഴ്ത്തും. നീ എന്നെ പുകഴ്ത്തും, ഞാൻ നിന്നെയും പുകഴ്ത്തും. എന്നാൽ സ്നേഹം പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുന്നില്ല. സ്നേഹം, ഇന്ന് ദൈവത്തിന്റെ മക്കളെല്ലാവരും വരും. അവരെല്ലാം ദൈവത്തിന്റെ വചനത്താൽ ബലപ്പെടുത്തണം. അവരെ ശരിയായ സത്യത്തിൽ കൂടി വഴി നടത്തണം. അവരെ ആശ്വസിപ്പിക്കണം, അവരെ ബലപ്പെടുത്തണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ പുകഴ്ത്തി അവനെ ആരാധിക്കണം. ദയവ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥനയോടുകൂടി ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൂടി വരികയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. നിന്റെ സ്വർഗീയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് അങ്ങയോട് കരങ്ങൾ ഉയർത്തി അപേക്ഷിക്കുകയാണ്. ഞങ്ങളിലുള്ള ദുഷ്ടത, ഞങ്ങളിലുള്ളതായ ദേഷ്യം, ഞങ്ങളിലുള്ളതായ നീരസം, ഞങ്ങളിലുള്ളതായ പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ കാൽവരി സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ നിർദോഷവും നിഷ്കളങ്കവുമായ ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും സ്നേഹമില്ല കർത്താവേ. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ല, മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹമില്ല, സ്നേഹിതരുടെ മധ്യയിൽ സ്നേഹമില്ല. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഹിംസയാണ് കർത്താവേ. എവിടെ നോക്കിയാലും ശത്രുതയാണ്. എവിടെ നോക്കിയാലും ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. കലഹിക്കുകയും അസൂയപ്പെടുകയും മത്സരിക്കുകയും ചെയ്യുന്നതാണ് കർത്താവെ കാണുന്നത്. ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്കെതിരെ ദോഷം ചെയ്യുകയല്ലാതെ യേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവരുടെ മുറിവുകളെ കെട്ടുന്നവരെ കാണുന്നില്ല കർത്താവെ. സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കുന്നവരെ കാണുന്നില്ല, ബലപ്പെടുത്തുന്നവരെ കാണുന്നില്ലപ്പാ. എല്ലാവരും ചതിക്കപ്പെട്ട് വെറുപ്പിനാലും വിദ്വേഷത്താലും നിറഞ്ഞ് ജീവിക്കുന്നതാണ് കർത്താവെ കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമില്ലാതെ എല്ലാ ദിവസവും കലഹിക്കുകയാണ് ചെയ്യുന്നത്. അനേകം കുടുംബങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുതയും പിണക്കവും ഭിന്നതയും കലഹവും ആകുന്നു. പിശാചിന്റെ പ്രവൃത്തികളാണ് കർത്താവെ നടക്കുന്നത്. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളതായ കുടുംബങ്ങളെ വിടുവിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയം പിശാചിന്റെ പണിശാലയാകാതെ നിന്റെ സ്നേഹാലയമാക്കി മാറ്റണമേ അപ്പാ. സ്നേഹത്തിന്റെ ആലയമായിരിക്കുന്ന സ്വർഗത്തിൽ ചേരുന്നത് വരെയും നിന്റെ സ്നേഹത്തെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, പരസ്പരം സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുവാൻ, സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നുവെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ സഹായിക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ